നമസ്കാരം. പ്രവീൺ പ്രണവ് വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് മറ്റൊന്നുമല്ല, ഈ പ്രണവും ഫാമിലി ഇപ്പോൾ അവരുടെ വീട്ടിൽ ഇല്ല എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ചടയമംഗലം വീട്ടിൽ നിന്ന് അവരെ വീട് പൂട്ടിയിട്ട നിലയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവരവിടെ ഇല്ല എന്നുള്ളതാണ്. അവരെങ്ങോട്ടോ പോയി. കാരണം അവർക്ക് ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ സാധിക്കത്തില്ല. ഒരു കണക്കിന് നമുക്കറിയാമല്ലോ, അത്ര വലിയ രീതിയിലുള്ള ഒരു അലിഗേഷനാണ് അവർക്കെതിരായിട്ട് സ്വന്തം മകനും മരുമകളും പുറത്തുവിട്ടിരിക്കുന്നത്. സ്വന്തം മരുമകളെ, പൂർണ്ണ ഗർഭിണിയായ മകളെ വയറിൽ ചവിട്ടി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ്. അപ്പൊ അതൊന്നും അവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് അവർക്ക് മാനസികമായി അവർ തകർന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? നമുക്കറിയാലോ എപ്പോഴാണ് ഒരാളുടെ മനസ്സ് മാറുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ്, നിങ്ങൾ ഒരാളുടെ വശം മാത്രം കേട്ടുകൊണ്ട് ഈ പറയുന്ന പ്രവീണാണ് ശരിയെന്നോ അല്ലെങ്കിൽ പ്രണവും ഫാമിലിയാണ് ശരിയെന്നോ ഒരിക്കലും വിലയിരുത്തരുത്. ഇതിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ട്. മനസ്സിലായോ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സംഭവത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരും, ഈ പറയുന്ന പ്രണവായിക്കോട്ടെ, പ്രവീൺ ആയിക്കോട്ടെ, അവരുടെ ഫാമിലി ആയിക്കോട്ടെ, മൃദുല ആയിക്കോട്ടെ, അവരാരും എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് ഈ ചാനലേ ഞാൻ കാണാറില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും ഇതിനെ ഇതിനകത്തോട്ടൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോയത്. എനിക്കൊരു കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് തന്നെ. എല്ലാവരും ഇതിന്റെ പുറകെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ പുറകിൽ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ ഇല്ലാന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരാൾ പറയുന്ന വശം മാത്രം കേൾക്കുക. ഒരു അച്ഛൻ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കേസ്, ഒരു അച്ഛൻ ഒരു മകനെ ഇമാതിരി തല്ലണമെങ്കിൽ അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും പോലുള്ള ഒരു ചെറിയ ഒരു കാരണമായിരിക്കത്തില്ല, വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവും. അത് ഇവർ പറയുന്നുമില്ല. അവിടെയാണ് എന്റെ സ്ട്രൈക്ക് ചെയ്യുന്ന മറ്റൊരു കേസ്. മൃദുല ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രവീൺ ആയിക്കോട്ടെ, ഈ അവരെ എന്റെ ഭാര്യന്റെ വയറിൽ ചവിട്ടി എന്നും എന്നെ ഇതുപോലെ അച്ഛൻ പിടിച്ചു വെച്ചു കൊടുത്തു, അനിയൻ ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തിന് ഇടിച്ചു എന്ന് അവർ പറയുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? അവർക്കറിയാം, വ്യക്തമായ കാരണമുണ്ട്. അവരത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവർക്ക് പറയാൻ മടിക്കുന്ന എന്തോ ഒരു കാര്യമാണത്. ഇപ്പൊ തന്നെ പറയുന്നു യൂട്യൂബ് ചാനലിന്റെ റവന്യൂവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. യൂട്യൂബ് ചാനലിന്റെ റവന്യൂ അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ഏതോ ഒരു റവന്യൂവിൽ പ്രവീൺ കള്ളം പറഞ്ഞു എന്നുള്ള അവരുടെ കസിൻ തന്നെ അല്ലേ വന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ പ്രൊമോഷൻ, യൂട്യൂബിന്റെ റവന്യൂ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്ര റവന്യൂ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിലൊരു കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രൊമോഷൻസ് വരുമ്പോൾ എനിക്ക് ചില ഊഹങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള, അതായത് ഈ പ്രൊമോഷന്റെ പൈസകൾ അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം ചില പ്രൊമോഷൻസ് ഞാൻ കണ്ടു, ഈ മൃദുലയുടെ ചേച്ചി ആരാണത്, അവരുടെ വീട്ടിൽ വെച്ച് 1-2 പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവർ ഇൻവോൾവ് അല്ല. ഈ പറയുന്ന ഫാമിലിയിൽ ആരുമില്ല. ഈ പറയുന്ന മൃദുലയും മൃദുലയുടെ ചേച്ചി മാത്രമായിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കേസുമായി സംഭവിച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടായി. അതിപ്പോ ഇവർ അറിയത്തില്ലായിരിക്കും. അവർ ചെയ്തിട്ടു എത്ര രൂപയാണ് ഇവർ പറഞ്ഞു ഉറപ്പിച്ചതെന്ന് അറിയത്തില്ല. അത് ചിലപ്പം ഈ പറയുന്ന പ്രവീൺ പൈസ വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതും ചൊല്ലിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം. അങ്ങനെ ആയെന്നറിയാം. എന്തായാലും ഈ പൈസയാണ് ഇതിനകത്തുള്ള ഒരു വിഷയം. ആ ഒരു വീഡിയോയിൽ, അവരിട്ട ഒരു വീഡിയോയിൽ മൃദുല പറയുന്നുണ്ട്, ഇതിനു മുമ്പേ ഇവൻ വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള ഫോട്ടോയൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്നും ഇതൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ എനിക്കിതിൽ വേറൊരു കേസ് സ്ട്രൈക്ക് ചെയ്ത അർത്ഥം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത്, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മൃദുല പറയുന്നുണ്ട്, എന്നെ അല്ല ചവിട്ടിയത്, എന്റെ കുഞ്ഞിനെയാണ് അവർ ചവിട്ടിയത്. ആ രീതിയിൽ അവരെന്നെ പോർട്രേ ചെയ്യുന്നത്. എന്നെ അല്ല ചവിട്ടിയത്, എന്റെ കുഞ്ഞിനെയാണ് ചവിട്ടിയത്, എന്റെ കുഞ്ഞിനാണ് അടി കിട്ടിയത്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്റെ ഇവിടെയൊക്കെ അവരെന്നെ ചവിട്ടി, എനിക്ക് ചവിട്ടി കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവർ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയായിരിക്കും. അത്രയ്ക്ക് ക്രൂരതയോ, അത്രയ്ക്ക് വലിയ ക്രൂരന്മാരാണല്ലേ അവർക്ക്, അത്രയ്ക്കും വലിയ ക്രിമിനലുകളാണ് ആ ഫാമിലി എന്ന് പറയേണ്ടതായിട്ട് വരും. അവരെ ചവിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവര് തമ്മിലുള്ള അടിയിൽ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ അബദ്ധവശാലൊക്കെ ചിലപ്പം കൊണ്ടതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പക്ഷേ അവർ പറയുന്നത്, മൃദുല പറയുമ്പോഴും അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് ഇവിടെ ചവിട്ടി കിട്ടി, എന്റെ വയറിൽ എന്നെ അല്ല ചവിട്ടിയത്, എന്നെ കുഞ്ഞിനെയാണ് ചവിട്ടുന്നത്. അതൊരു വൈകാരികമായ തലത്തിലേക്ക് മറ്റുള്ളവർക്ക് കുഞ്ഞിനെ എത്രയും ഒരു 9 മാസമുള്ളവരെ ചവിട്ടിയെന്ന് പറയുമ്പോഴേ അത് എനിക്ക് വലിയൊരു അലിഗേഷൻ ആയിപ്പോയി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അറിയാമോ, ഈ വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു. പിന്നീട് പ്രവീണിന് വേണമെങ്കിൽ അവരുടെ വോയിസ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ അവിടെ പ്രശ്നം വന്നതിന് നീ എന്നെ വീട്ടിൽ നിന്ന് ഞാൻ എന്തിനു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വോയിസ് ഇട്ടല്ലോ, അച്ഛൻ പറയുന്ന ആ വോയിസ് മാത്രം ഇട്ടാൽ മതിയായിരുന്നു പ്രവീണെ.
ഈ ഒരു സാധനം പ്രവീൺ ഇപ്പൊ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. പ്രവീൺ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരനെയും കുറിച്ചാണ്. രൂക്ഷമാണ്. നിങ്ങളുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ പക്ഷെ കുറെ കള്ളങ്ങൾ ഉണ്ട്. ഇതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കുറച്ച് കള്ളങ്ങൾ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തും അവരുടെ ഭാഗത്തും ഈക്വലി പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കൊണ്ട് എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിൽ അടിച്ചേവിക്കുമ്പോൾ ഇത് നമുക്കിനി മാറ്റി പറയാൻ പറ്റത്തില്ല. ഇനി എങ്ങനെ മാറ്റി പറയും? ഇതിന്റെ പിന്നെ എവിഡൻസ് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുകയാണ്. എന്നെ പോലുള്ള എല്ലാവരും അതിനെടുത്ത് റിയാക്ട് ചെയ്യാണ്. ഇവിടെ കുടുംബമാണ് ഇവിടെ കിടന്നുകൊണ്ട് മാറുന്നത്. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ്, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ഞാൻ ഉന്നയിക്കുന്നത് സ്വന്തം അച്ഛന്റെയും അമ്മയെയും സഹോദരന്റെയും പേർക്കാണെന്നുള്ള ഒരു ചെറിയ ചിന്ത ഈ പറയുന്ന പ്രവീണിന് വരണമായിരുന്നു. പ്രവീൺ അവിടെ അത് ചിന്തിച്ചില്ല. ആ ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് നിർത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നു. ഇതിപ്പം എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കും? ഈ പറയുന്ന അച്ഛനും അമ്മയും സഹോദരനും ഈ പറയുന്ന സമൂഹത്തിന് മുന്നിൽ ഈ നാറാനില്ല. അവരെ ഏത് രീതിയിലാണ് കാണുന്നത്? പ്രേക്ഷകരായിക്കോട്ടെ ഒരു ചെറിയ ഒരു ഇതിന്റെ മറുവശം കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോ പ്രവീൺ അവരെ തിരിച്ചടിച്ചോ? നിങ്ങൾക്ക് അറിയാമോ? ഇവര് തന്നെ പറയുന്നുണ്ട് പള്ളിയിൽ അടിച്ചു എന്ന് അവര് പറയുന്നു. അടിച്ചോ എന്ന് ആർക്കറിയാം? അങ്ങോട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കാണും. ചിലപ്പോൾ അവരങ്ങോട്ട് തള്ളിക്കാണാം. ഈ പറയുന്ന മൃദുല പിന്നീട് കൊച്ചുവിന്റെ കഴുത്തിൽ കയറി പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അവന്റെ കൈ ട്വിസ്റ്റായെന്ന് പറയുന്നുണ്ട്. ആയിക്കാണാം. എങ്ങനെ അതും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. ഈ ഒരു പിടിവലിയിൽ സ്വന്തം ഭർത്താവിനെ അടിക്കുന്നത് കാണുമ്പോൾ ഇവള് കയറി പിടിച്ചിട്ടുണ്ടാവാം. ആ വോയിസിൽ തന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇറങ്ങി പോടാന്ന് പറയുമ്പോൾ മൃദുല എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ അച്ഛനോട് മൃദുലയുടെ സൗണ്ട് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന നോക്കിയോ? ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ ഇനി അവര് സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പറയാനുണ്ട്. നമുക്കിത് ഒരു വലിയ ലാഘവത്തോടെ പറയാം. അവരേതാ വീട്ടും കൂട്ടിയിട്ട് പോയി, അവരെ ഒളിച്ചു പോയി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, അവര് മുങ്ങി എന്നൊക്കെ പറയാം. പക്ഷെ അവരുടെ മനസ്സിനകത്ത് അവര് അനുഭവിക്കുന്ന വേദനകൾ വേറെ പലതുമായിരിക്കും. അവരുടെ ചിന്തകൾ പോകുന്നൊന്നും നമ്മളിത് കാണുന്നത്. അവരുടെ ചിന്തകൾ ഏത് ലെവലിലേക്കാണ് പോകുന്നത്? വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആര് സമാധാനം പറയും? മനസ്സിലായോ? ഈ ഒരാളുടെ ചിന്ത ഇപ്പൊ തന്നെ നമ്മളിവിടെ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നൊക്കെ ചെയ്യുന്നത് ഈ ഒരു 1.5 ആഴ്ചയിൽ ഇവിടെ തൂങ്ങി മരിച്ചത് 3 പേരാണ്. 3ഉം 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എനിക്ക് ചെയ്യണം, ഇതിന്റെ ഇടയിൽ വന്നപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ പെട്ടെന്നുള്ള ഒരു ചിന്തയിൽ അവരെന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തതൊക്കെ ആര് മറുപടി പറയും? അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ പ്രവീണിന് ജീവിതകാലത്ത് എപ്പോഴെങ്കിലും സമാധാനം കിട്ടുമോ? ഇനി അവരെന്തെങ്കിലും പറയും. അടുത്ത് ഇടാൻ പോകുന്നത്, അടുത്ത് വരാൻ പോകുന്നത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ലൈവ് വീഡിയോ ആയിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്. അത്രക്കുള്ള പക്വത ഇനി എനിക്കുള്ളൂ, ആർക്ക് ഈ പ്രവീണിനുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ലൈവ് വീഡിയോ അവരിലുണ്ട്. മൃദുലയുടെ കയ്യിൽ അവരുടെ ലൈവ് വീഡിയോ ഉണ്ട്. ആ ഒരു മൃദുല തന്നെ അതിനകത്ത് പറയുന്നത്, ഞാൻ വീഡിയോ എടുത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ എന്ത് ചെയ്തു, നീ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ് എന്നെ എന്ത് ചെയ്തു, അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി. ആ വീഡിയോ എടുത്തിട്ട് മൃദുല നിർത്തിയിട്ടില്ല. ആ വീഡിയോയാണ് നേരെ കൊണ്ടുവന്ന് ഒരു സൈഡിൽ കൊണ്ടുവച്ചത്. ആ ഫോൺ കൊണ്ട് ആ ഫോണിന്റെ ഒരു ചെറിയ ഭാഗത്താണ് ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛൻ പറയുന്നത് ഇറങ്ങി പോടാന്ന് പറയുന്നത്. ആ ഒരു ചെറിയ ഭാഗം, അതിന് ഫ്രണ്ടിൽ എന്ത് നടന്നു വന്നോ, അതിന് ശേഷം എന്ത് നടന്നു വന്നോ, എന്തിനങ്ങനെ പറഞ്ഞു വന്നോ ഒന്നും നമുക്കറിയില്ല. അതൊന്നും അറിയാതെ നമ്മൾ ഒരു കാര്യം വിലയിരുത്താൻ പോകരുത്. ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യം കേട്ടുകൊണ്ട് മറ്റവരുടെ മേലിൽ കയറരുതെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇവർ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ എന്നാലും അവർക്കൊരു വശം കൂടിയുണ്ട്, അവർക്കൊരു വെർഷനും കൂടിയുണ്ട്. എന്തുകൊണ്ട് ഒരു അച്ഛൻ സ്വന്തം മകനെ പൊന്നുപോലെ വളർത്തിയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് പിടിച്ചു വെച്ച് അടിച്ചു കൊടുക്കണം, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് എന്ന് പറയണമെങ്കിൽ അമ്മ പറയാണ്, നീ ഇവള് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നം, അവൾ ഇനി ഈ മേലാൽ ഈ വീട്ടിൽ കയറ്റിപ്പോരുത്, നീയും വരണ്ട എന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള പിന്നെ വലിയൊരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ആ കാരണമാണ് ഇവരെല്ലാവരും അത് നിങ്ങൾ പറയുന്നില്ല എന്നത്തോളം കാലം ഇവരത് മിണ്ടുന്നില്ല. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന എന്തോ ആണ്, അതിനി അവര് പുറത്തുവിടും. അവര് പുറത്തുവിടുമ്പോ ഇവരിയ്ക്കുന്ന പിന്നെ ഈ പറയുന്ന എന്താണ് ഈ ലൈവ് അടിയടക്കുന്ന സംഭവം, ഇത് നാറ്റ കേസുകളിൽ ഇത് ആരാ മാറുന്നത്? നമ്മളാണോ? എനിക്കിതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു ഗുരുവില്ല. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, എനിക്ക് അതിന്റെ റവന്യൂ കിട്ടുകൊണ്ടിരിക്കും. മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും അങ്ങനെ, അല്ലെങ്കിൽ കമന്റ് നിങ്ങൾ സ്നേഹിക്കുന്നവരെന്ന് അയ്യോ പാവം, ഓ കൊച്ചു വയറ് എന്നൊക്കെ പറയും. അവസാനം ലാസ്റ്റ് എന്താ വരുന്നത്? ഈ പറയുന്ന എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഈ പറയുന്ന കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി അവർക്ക് അടി കിട്ടി, ഞാൻ പറഞ്ഞില്ലേ, മൃദുലയ്ക്ക് അടി കിട്ടിയെന്നോ ചവിട്ടിയെന്നോ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചവിട്ടിയെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചിലപ്പോൾ ആക്സിഡന്റ് ഇല്ല, അതിന്റെ ഒരു അടിയുടെ ഇടയിൽ ചെന്ന് കയറി ഇപ്പൊ സംഭവിച്ചു പോയതായിരിക്കും. പക്ഷെ ആ സമയത്ത് പ്രഗ്നന്റ് ആവണതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ അനുഭവിച്ച മാനസിക വിഷമമുണ്ട്. അത് ഡയറക്ട്ലി ഈ കൊച്ചിന് ബാധിക്കും. മനസ്സിലായോ? അമ്മയുടെ ആ ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നില്ല, അതിപ്പം 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് അത് ഡയറക്ട്ലി കൊച്ചിന് ബാധിക്കുമെന്നുള്ള സത്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ടോർച്ചർ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഭാഗം മാത്രം കണ്ട് ആരെയും വിലയിരുത്തുക, ആരെയും നിങ്ങൾ കുറ്റപ്പറയാൻ നിൽക്കരുത്.
മനസ്സിലായോ? ഇത് ഒരിക്കലും സോൾവ് ആയി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനൊരു സോൾവ് ഒന്നും ഇതിനകത്ത് ഇല്ല. മനസ്സിലായോ? ഈ ഇവരുടെ സംസാരം കാര്യങ്ങളും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ മൃദുലയെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ പ്രവീൺ എന്ത് ഇതുകൊണ്ട് ചുണ്ട് മുറിഞ്ഞു, ഇവിടെ മുറിഞ്ഞു എന്നൊക്കെ പ്രവീൺ കാണിച്ചു. ഇനി അവരും ഇതുപോലൊരു ഫോട്ടോ കാണിച്ചല്ലോ, കണ്ടത് അവരെങ്ങനെ പറഞ്ഞു, അവരിനി വീഡിയോ എടുത്തു ആർക്കറിയാം? അവരുടെ ഫാമിലി ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അവരെല്ലാം റീൽസുമായിട്ട് അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അപ്പൊ അവരും ഈ പറഞ്ഞതുപോലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ കൊച്ചുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ചെറിയ പരിക്കുണ്ടെങ്കിലോ അവരും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ, ഇവർ ഇത് ചെയ്യുമെന്ന് പ്രവീൺ പറയുന്നുണ്ട്, ഇവരെനിക്ക് നേരത്തെ അറിയാം, ഇവർ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്ന്. ആണല്ലോ, നിങ്ങളും ആ ഫാമിലി പെട്ടതല്ലേ? ഈ പ്രവീണും ആ ഫാമിലി പെട്ടവരെ തന്നെയാണ്. അപ്പൊ പ്രവീണ് അങ്ങനെ ചെയ്യുമെന്ന് അവർക്കും തോന്നിക്കാണും. അവരും ചിലപ്പോൾ ഇതുപോലുള്ള വീഡിയോ എടുത്ത് വെച്ചത് നാളെ അവരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് മാറുകയാണ് നിങ്ങൾ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ വീണ്ടും പറഞ്ഞ ഈ വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു തന്നെ ഞാൻ പറയും. ആ ഒരു ചെറിയ ക്ലിപ്പിംഗ്, ആ ചെറിയ വോയിസ് ക്ലിപ്പിംഗ് നിർത്താനുള്ള സംഭവം ഇത് നിങ്ങളിപ്പം സംസാരിക്കുന്നത് വലിയ ശത്രുക്കളെ പോലെയാണ് സംസാരിക്കുന്നത്. ഭയങ്കര എതിർ ചേരുന്ന സ്വന്തം ശത്രുക്കളെ പോലെ. സ്വന്തം അമ്മയാണ്, ആ അമ്മയുടെ വയറ്റിൽ നിന്നാണ് താങ്കൾ വന്നതെന്നുള്ള ചിന്ത പ്രവീണിന് വരുന്നില്ല. പ്രവീണ് കുറച്ചും കൂടി മെച്ചറാവണമെന്ന് ഞാൻ പറയും. മനസ്സിലായോ? കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിപ്പോ കൈവിട്ട് പോയി, ഒന്നുമില്ല. ഇനിയിപ്പോ പ്രവീണിന് അവരുടെ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ച് പറയാൻ ഇനി ഒന്നുമില്ല. എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഫാമിലിയും. അവരിനി വന്ന് എന്തൊക്കെ പറയാൻ പോകുന്ന അറിയത്തില്ല. എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പോകുന്നത് വെച്ചാൽ അവർക്ക് ഇനിയിപ്പം ഇവിടെയുള്ള പ്രേക്ഷകർ മൊത്തം എന്താണ്, ഇവിടെയുള്ള കമന്റോളികൾ മൊത്തം അവരെ പോയി തെറി വിളിക്കുക, കംപ്ലീറ്റ് അവരെ പോയി തെറി വിളിക്കുക. അപ്പൊ അവർക്ക് എന്തിനാ, അവർക്ക് പിടിച്ചിരിക്കണം, അവരുടെ ഭാഗവും കൂടി ശരിയുണ്ട്, എന്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് പറയാൻ വേണ്ടി അവരും ഒരു വീഡിയോ കൊണ്ടുവരും. അവരും കുറച്ച് ഇവര് പറഞ്ഞല്ലോ കുറെ നുണകളെ അവരും കൂടി ചേർത്തുവിട്ട് പറയും. പിന്നെ കുറെ എണ്ണം അങ്ങോട്ട് പോയി. വല്ലാത്തൊരു ഫാമിലി ആയിപ്പോയി. ഇത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന എന്താണ്, പിന്നീട് ഫാമിലി വ്ലോഗ്സിൽ ഭയങ്കര തേങ്ങ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വല്ലാത്തൊരു ഫാമിലി ആയിപ്പോയി. ഇതുപോലൊരു ഫാമിലി ഒരിക്കലും ഒരിടത്തും ഉണ്ടാവാത്ത, ഇതുപോലൊരു അമ്മായിയമ്മയും ഒരിക്കലും ആരിടത്തും ഉണ്ടാവാത്ത, ഇതുപോലത്തെ ഒരു മരുമകൾ ആർക്കും ഉണ്ടാവട്ടെ എന്ന് എനിക്ക് പറയുള്ളൂ. എല്ലാം ശരിയെ കിടക്കുക തന്നെയാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം ഒന്ന് നല്ല ആക്ടിങ് ആണ്. കംപ്ലീറ്റ് ആണോ? നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.